അല്ല എന്തേച്ചി എന്ത് പറ്റുന്ന എത്ര വൈകാൻ? ഇന്ന് അനിൽ സാറിന്റെ വീട്ടിൽ ഒരുപാട് നേരം പണിയുണ്ടായിരുന്നു മോളെ. അവിടെ ചവിട്ടിയും കാർട്ടനും എല്ലാം കഴുകിടാണ്ടായിരുന്നു. പിന്നെ ഈ അമ്മ കുറെ അല്ല സുഖമില്ലാണ്ട് കിടക്കുന്നത്. അത് തുണി കുറേ നനച്ചിടാണ്ടായിരുന്നു. ഇന്ന് മഴ കുറച്ച് ഒഴിവല്ലേ, അതെല്ലാം കഴുകിയിട്ട് വന്നതാ. അതാ സമയം വൈകിയത്. അത് ശരി. ഇപ്പൊ തന്നെ ചേച്ചി 5-6 വീടുകളിൽ പണിയെടുക്കുന്നില്ലേ? അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ എക്സ്ട്രാ ഓരോരോ പണികളും കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ എന്തിനു പറ്റും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും? പിന്നെ വൈകുന്നേരം വീണ്ടും പണിക്ക് വരണ്ടേ? അങ്ങനെയൊക്കെ നോക്കിയാൽ പറ്റുമോ മോളെ? എന്തെങ്കിലും എക്സ്ട്രാ പണിയെടുത്ത് 50-100 കിട്ടിയാൽ എനിക്ക് വലിയൊരു കാര്യമാണ്. ഈ പച്ചക്കറിയോ മീനോ എന്തെങ്കിലുമൊക്കെ വാങ്ങാനായില്ലേ? ചേച്ചി കുറെ കാലമായില്ലേ ഇങ്ങനെ ഓരോരോ വീടുകളിൽ പണിയെടുക്കുന്നത്? ആരോഗ്യം കൂടി നോക്കണ്ടേ? വീട്ടിൽ പോയാലും വേറെ ആരും ഇല്ലല്ലോ പണിയെടുക്കാനൊന്നും. ചേച്ചി തന്നെ ചെയ്യണ്ടേ? എന്റെ മോനൊരു ജോലി കിട്ടുന്നവരെ കഷ്ടപ്പാടൊക്കെ ഉള്ളൂ. കുറെ പരീക്ഷയ്ക്ക് എഴുതിയിട്ടുണ്ട്, ലിസ്റ്റിലൊക്കെ ഉണ്ട്. അവൻ ജോലി കിട്ടിക്കഴിഞ്ഞ പിന്നെ നിങ്ങളുടെ പണിക്കൊന്നും വിടില്ല. അപ്പൊ ചേച്ചിന്റെ ഭർത്താവ് പണിക്കൊന്നും പോകുന്നില്ലേ? മൂപ്പര് ഇതുവരെയും പണിക്ക് പോയതാ. അത് കാരണല്ലേ മോൻ ഇത്രയും പഠിപ്പിക്കാൻ പറ്റിയത്. നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും മോനെ ഒരിക്കലും കഷ്ടപ്പെടുത്തരുതായിരുന്നു മൂപ്പര് പറയുന്നത്. ഇപ്പൊ കുറച്ചായി സുഖമില്ലാണ്ടിരിക്കണം. അതല്ല ഇപ്പൊ എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടായത്. വിഷമിക്കേണ്ട ചേച്ചി, ഈ കഷ്ടപ്പാടൊക്കെ മാറും. നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ നമ്മുടെ മക്കൾ തന്നെയല്ലേ. ഇപ്പൊ എന്തായാലും ജോലി കിട്ടാനായില്ലേ അവന്, പിന്നെന്താ, ഒന്നും പേടിക്കണ്ട. ആ മോളെ, ഞങ്ങൾക്ക് ഏറ്റവും വലിയ പ്രതീക്ഷ അവനാ. ഒരു ജോലി കിട്ടി കണ്ടാൽ മതിയായിരുന്നു ഈശ്വരൻ. ആ ചേച്ചി, ആ ബാൽക്കണിയെ മഴ പെയ്തിട്ട് ആകെ ചെളി പിടിച്ച് കിടക്കുന്നുണ്ട്. ഒന്ന് സോപ്പ് പൊടിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് കഴുകണേ. ആ മോളെ, ഞാൻ നല്ലോണം സോപ്പിട്ട് കഴുകാം. ഞാൻ ഇന്നലെ വിചാരിച്ചതായിരുന്നു. ഒരുപാട് സമയം ഇനി ഗീതച്ച് എന്ത് പറയണ്ട. മോളെ, പണിയെ കഴിയട്ടെ. അനുശേഷി വൈകുന്നേരം വരെ. ആ ചേച്ചി പോവാണോ? സോഫ ഒന്ന് ക്ലീൻ ചെയ്തിട്ടേ കുട്ടീന്റെ തുണികളൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ട് പോയി ചേച്ചി. എനിക്കിനി ഒന്നും ചെയ്യാനായില്ല. ആ, ഞാൻ ചെയ്യാം. ഇതൊന്നും വല്ലാതെ പണി കിട്ടിയാ മോളെ. ആ ഉണങ്ങാത്ത തുണികളൊക്കെ മേലെ കൊണ്ടുവരും ചേച്ചി. ആ, ആണോ? ആ ആ, ഒരു മിനിറ്റ് ചേച്ചി. ഇവിടുത്തെ നമ്പർ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടായിരുന്നു? ആ മോളെ, ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ മാത്രമല്ല, ഞാൻ പണിക്ക് പോകുന്ന എല്ലാ വീടുകളിലും നമ്പർ ഞാൻ മൂപ്പരുടെ അടുത്ത് കൊടുത്തിട്ട് വന്നതാ. മൂപ്പർ സുഖമില്ലാതെ കിടക്കുകയല്ലേ, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ടാ. എന്തേ, ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നോ? ആ വിളിച്ചിട്ടുണ്ട്. ചേച്ചിന്റെ ഭർത്താവല്ല മോനെ. ഇതെന്ത് പറ്റി മോൻ ഈ സമയത്ത് വിളിക്കാൻ? ഹലോ മോനെ, അച്ഛ. ഓ, ഞാൻ പേടിച്ചു പോയി. ആണോ മോനെ? എപ്പോഴാ ജോയിൻ ചെയ്യാൻ പറഞ്ഞ? ഈശ്വര, നാളെയോ? ആ, അമ്മ വേഗം വരാം. അമ്മന് വീനേഷിന്റെ വീട്ടിലും കൂടി പണിയുള്ളു. അത് കഴിഞ്ഞ ഓടി വരെ. ഓ എന്റെ അമ്മോ, ഒരുപാട് പ്രാർത്ഥനയുണ്ട് അമ്മയ്ക്ക്. അതെല്ലാം നേർച്ചകളൊക്കെ നാളെ ചെയ്തിട്ട് വേണം എന്റെ മോന് ജോലിക്ക് പോകണമെങ്കിൽ. ആ, ശരി ശരി മോളെ, എന്റെ മോന് ജോലി കിട്ടി. ഈശ്വരൻ എന്റെ പ്രാർത്ഥന കേട്ടു. ശരി മോളെ, ഞാൻ വേഗം പണി കഴിഞ്ഞിട്ട് പിന്നെ എന്റെ വീട്ടിൽ പണിയുണ്ട്. അതും കൂടി കഴിഞ്ഞിട്ട് ഞാൻ വേഗം പോകാം. മോളെ, കസേരയൊക്കെ ഞാൻ നാളെ രാവിലെ തുടക്കേ. അതൊക്കെ പിന്നെ ചെയ്താൽ മതി ചേച്ചി. ചേച്ചി വേഗം വീടെത്താൻ നോക്കുക, അതല്ലേ വലിയ കാര്യം. ആ, ശരി. മോനെ, ഇന്ന് ഈ പൈസയും കൂടി വെച്ചോ. നീ മാസം അവസാനമല്ലേ ശമ്പളം കിട്ടുള്ളൂ. അതുവരെ ചെലവിന് വേണ്ട മോനെ.
ഞാൻ രാവിലെ നേരത്തെ ഗീതേശെടുത്ത് വാങ്ങിട്ട് വന്നാ മോനെ. അമ്മ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലേ. നമ്മുടെ കഷ്ടപ്പാടൊക്കെ തീർന്നമ്മേ. എന്തായാലും ഈ മാസം മുതൽ എനിക്ക് ശമ്പളം കിട്ടി തുടങ്ങല്ലോ. അതുവരെ അമ്മ പണിക്ക് പോയാൽ മതി. അതിനുശേഷം അമ്മേനെ ഞാൻ എവിടേക്കും പണിക്ക് വിടില്ല. അമ്മനെ ഞാൻ പൊന്നുപോലെ നോക്കും. അതൊന്നും സാരമില്ല മോനെ. എന്റെ മോൻ ഇങ്ങനെ ഒരു നിലയ്ക്ക് എത്തിക്കാൻ പറ്റില്ല. ഇത്രയും കാലം അച്ഛനും അമ്മയും കഷ്ടപ്പെട്ടത്. ഇനി സമാധാനം, ഇപ്പൊ ജോലി കിട്ടിയല്ലോ. എന്തായാലും അമ്മേന്റെ പ്രാർത്ഥന ദൈവം കേട്ടമ്മേ. ഇത്രയും കാലം എനിക്ക് അച്ഛനൊന്നുമല്ല ഇങ്ങനെ പൈസ തന്നോണ്ടിരിക്കുന്നത്. ഇനി മുതല് എല്ലാ മാസവും ഞാൻ ഇങ്ങനെ പൈസ അമ്മേന്റെ കയ്യിൽ തരും. പിന്നെ മോൻ അടുക്കളയിൽ കഴിക്കാനുള്ള ഭക്ഷണം വെച്ചിട്ടുണ്ട്, പാത്രത്തിൽ ചോറാക്കി വെച്ചിട്ടുണ്ട്. മറക്കൊണ്ട് എടുത്തിട്ട് പോട്ടെ മോനെ. അമ്മ പണിക്ക് പോട്ടെ, സമയം വൈകി. ശരി അമ്മേ. മോനെ നോക്കി പോയി വരണേ. ശരി, നമ്മ പോയിട്ട് വരാം. മോളെ. ആ അനുദേശിയോ? എന്താണ് കയ്യില്? മോനെ ജോലി കിട്ടുമല്ലോ, അപ്പൊ ഞാൻ ഒരു വെട്ടി പലഹാരം വാങ്ങിച്ചതാ. എല്ലാവർക്കും ഓരോന്നോർന്ന് കൊടുത്തു. എന്നാ മോളെടുത്തോ. ആ മോൻ പോയി തുടങ്ങിയോ? നോക്കട്ടെ. എന്നാലും ദൈവം ചേച്ചിന്റെ പ്രാർത്ഥന കേട്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇനി ഒരു കഷ്ടപ്പാടും ഉണ്ടാവില്ല. ഇവിടെ ചേട്ടൻ സർവീസ് കയറിയ സമയത്തെ ആദ്യം ഈ പോസ്റ്റിലാണ് കയറിയത്. നല്ല സാലറി ഉണ്ട്. ഇപ്പൊ പിന്നെ പ്രൊബേഷൻ ടൈം അല്ലേ, അത് കഴിഞ്ഞ് നോക്കിയോ ശമ്പളം അങ്ങ് കൂടും. പിന്നെ ചേച്ചി ഒന്നും കൊണ്ടും പേടിക്കണ്ട. മോൻ പറഞ്ഞു മോളെ, ഇത് നല്ല പോസ്റ്റാണ്, നല്ല ശമ്പളം ഉണ്ട് അമ്മയെന്നുള്ളത്. പിന്നെ ഞാൻ ഈ മാസം കൂടെ വരില്ലോട്ടോ മോളെ. മോൻ പറഞ്ഞത് അമ്മ ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അമ്മനെ എവിടേക്കും അയക്കില്ല, അമ്മനെ അച്ഛനെ പൊന്നുപോലെ നോക്കാന്നുള്ളത്. ഇനിയിപ്പോ എന്തായാലും എന്നെ അവൻ അയക്കും തോന്നില്ല. പണ്ട് അത് അങ്ങനെ തന്നെയല്ലേ ചേച്ചി വേണ്ടത്. ഇത്രയും കാലം മോന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടില്ല നിങ്ങൾ രണ്ടുപേരും കൂടിയിട്ട്. അപ്പൊ അവനൊരു ജോലിയൊക്കെ ആയില്ലേ. ഇനി ചേച്ചി ആയിരുന്നു റെസ്റ്റ് എടുക്കുക. ആ പിന്നെ മോളെ, അടുത്ത മാസം നോക്കിയിട്ട് ഇവിടെ പണിക്കേ എന്റെ ഒരു കൂട്ടുകാരി ഉണ്ട്, ഞാൻ അവളിനെ അയച്ചു വിടാട്ടോ. ആ ആയിക്കോട്ടെ. ശരി, ഞാൻ പണിയെടുക്കട്ടെ. ആ രാഘവേട്ടാ, ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നോ? ഇപ്പൊ മോൻ ജോലിയിട്ട് 7 മാസമായി. നിങ്ങൾ നല്ലൊരു പെൺകുട്ടിനെ നോക്കി. ഏത് നേരത്തെ പറഞ്ഞതോ? ആ അതിനിപ്പോ അവന് പറ്റുമോന്ന് അറിയില്ല. അവൻ അത്രയും നല്ല ജോലിയാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയല്ല, ഞങ്ങൾക്ക് ജോലി വേണം നിർബന്ധമൊന്നുമില്ല. ജോലി ഉണ്ടെങ്കിൽ പിന്നെ അത്രയും നല്ലത്, അതേ ഉള്ളൂ. ആണോ? ആയിക്കോട്ടെ. ഫോട്ടോ ഉണ്ടല്ലേ കയ്യില്? ആ എപ്പോഴെങ്ങോട്ട് വരിക? മോൻ വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആവും ജോലി കഴിഞ്ഞ് വരുമ്പോ. എന്നാ ആയിക്കോട്ടെ, ആ സമയത്ത് വരെ. ആ ശരി ശരി, എന്നാ വേഗം വരണേ, മറക്കല്ലേ. ആ ഓക്കെ ഓക്കെ. മോനെ, ഞാനിന്ന് നമ്മുടെ രാഘവേട്ടന് വരാൻ പറഞ്ഞിട്ടുണ്ട്, ബ്രോക്കറെ. അയാളുടെ നല്ല നല്ല ആലോചനകൾ ഉണ്ട് അത്രേ. മോനൊരു പെൺകുട്ടി നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറെ അയാളുടെ പറയണു. മൂപ്പെടുത്ത് ഫോട്ടോ കൊണ്ട് കൊണ്ടുവരാന്നാ പറഞ്ഞത്. മോൻ ഫോട്ടോ നോക്കി ഏതെങ്കിലും കുട്ടിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞായറാഴ്ച ലീവല്ലേ, നമുക്കൊന്ന് ഈ കുട്ടിനെ കണ്ടിട്ട് വരാം. എനിക്ക് വേണ്ടി നിങ്ങൾ ഒരു പെൺകുട്ടിനെ ഇപ്പൊ നോക്കണ്ട. രാഘവേട്ടനോട് വിളിച്ചു പറ അങ്ങോട്ട് വരണ്ടാന്ന്. മോൻ അങ്ങനെ പറയല്ലേ, ഇപ്പൊ തന്നെ 10-33 വയസ്സായില്ലേ. ഒരു കാര്യം ചെയ്യ്, രാഘവട്ടം കൊണ്ടുവന്ന ഫോട്ടോ നോക്ക്. മോൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം പെൺകുട്ടിനെ പോയി കണ്ടിട്ട് വാ, അല്ലെങ്കിൽ നമുക്ക് വേറെ നോക്കാൻ പറയാ. അതല്ലേ ഞാൻ പറഞ്ഞ സമയം പറയാന്ന്. മോൻ എന്തെങ്ങനെയൊക്കെ സംസാരിക്കുന്ന? ഏതെങ്കിലും പെൺകുട്ടിനെ മോൻ കണ്ടുവച്ചിട്ടുണ്ടോ? ആ അതെന്റെ കൂടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയാ. മോനോട് വർക്ക് ചെയ്യുന്നതാ? ആണോ? ഫോട്ടോ ഉണ്ടോ? ഫോട്ടോ ഒന്നുമില്ല. അവർക്ക് നമ്മുടെ വീടൊക്കെ ഇഷ്ടപ്പെടുവോടാ? മോനെ ഒരു കാര്യം ചെയ്യാ, എന്നാ കല്യാണം ആവുമ്പോഴത്തേക്ക് വീടൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീടാനായിക്കൊണ്ട് നിൽക്കുന്നു. മോൻ എപ്പോഴും പറയാറില്ലേ ജോലി കിട്ടട്ടെ അമ്മ, എന്നിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് പുറയൊക്കെ നന്നാക്കി എടുക്കാന്നുള്ളത്. ഇപ്പൊ ജോലി ഇട്ട് 7 മാസമായില്ലേ മോനെ. മര്യാദക്കുള്ള ശമ്പളവും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് വീടിന്റെ പണിയൊന്നും നോക്കേടാ. അമ്മ എന്തേ പറയുന്നത്? എനിക്കിടുന്ന ശമ്പളം മുഴുവൻ ഈ പൊട്ടിപ്പൊളിഞ്ഞ് വീടിന് വേണ്ടി ചെലവാക്കണമെന്നാ? ഒരു രൂപ പോലും ഞാൻ ഇവിടേക്ക് വേണ്ടി ഇറക്കില്ല. വീട് പണിക്ക് ഇറങ്ങിയാൽ അറിയാം കയ്യിൽ 5 പൈസ നിൽക്കില്ല. നമ്മൾ ഇതുവരെ കഴിഞ്ഞ പോലെയാണോ? ഒരു പെൺകുട്ടി കയറി വരാനുള്ളതല്ലേ, അതും കൂടി നമ്മൾ ചിന്തിക്കണ്ടേ മോനെ? അതിനെ കുറിച്ച് ആലോചിച്ചിട്ടേ ഇവിടെ ആരും തലമുണ്ടാക്കണ്ട. എനിക്കറിയാം എന്റെ ജീവിതം എങ്ങനെ കൊണ്ടുപോകണമെന്ന്. നിന്റെ ജീവിതമോ? അപ്പൊ ഞങ്ങൾ അച്ഛനും അമ്മയും നിനക്ക് ആരുമല്ല? മോനെ, നിന്നെ ഒറ്റ ഒഴുക്കിനെ പ്രതീക്ഷിച്ചില്ലടാ ഞങ്ങൾ ജീവിക്കുന്നത്. എന്നിട്ട് നീ എങ്ങനെയാണോ പറയുന്നത്? അല്ല നിങ്ങളോടായിരുന്നു എന്നെ പ്രതീക്ഷിച്ച് ജീവിക്കാൻ?
എപ്പോഴും എനിക്ക് നിങ്ങളുടെ കാര്യം മാത്രം ഇങ്ങനെ നോക്കിക്കൊണ്ട് നടന്നാൽ പറ്റില്ല. എനിക്ക് എന്റെ ജീവിതം നോക്കണ്ടേ? അച്ഛനിപ്പോ കുറെ കാലമായാലും ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത്. അച്ഛന്റെ അസുഖ ഭേദമായി വരുന്നുണ്ടല്ലോ, നല്ല പണിക്കുമ്പോ പറ. പിന്നെ അമ്മ ഇങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, മോന് ജോലി കിട്ടിയെന്ന് പറഞ്ഞിട്ട്. അമ്മ 24 മണിക്കൂർ ഇങ്ങനെ പണിയെടുത്തോണ്ട് നടന്നല്ലേ. അപ്പൊ അമ്മയ്ക്ക് ആ വീട്ടിലേക്ക് ഇനി പണിക്ക് പോയിക്കൂടെ? അമ്മയ്ക്ക് അമ്മേന്റെ ചെലവുകൾ കിട്ടൂലേ? എന്റെ മുന്നിൽ ഇങ്ങനെ വെറുതെ വന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടോ വല്ല കാര്യമുണ്ടോ? എനിക്ക് എന്റെ കാര്യങ്ങൾ നോക്കണ്ടേ? നീ എന്നാണ് നിന്റെ കാര്യം നോക്കാനായത്? ഇത്രയും കാലം നിന്റെ അച്ഛൻ നാട് മുഴുവൻ പണിയെടുത്ത് ആ പൈസ മുഴുവൻ നിന്ന് പഠിപ്പിച്ചു നിന്നെ. ഞാൻ എല്ലാവരുടെ അടുക്കളയിലും പണിയെടുത്ത് ആ പൈസ എനിക്ക് തന്നു. 30-33 വയസ്സുവരെ വാട്ടിന് പണിയില്ലടാ. എനിക്ക് വെറുതെ കിട്ടുന്ന ജോലി. നീ ഒറ്റയ്ക്ക് സമ്പാദിച്ചുണ്ടാക്കിയതാ എനിക്ക് ജോലി. ഇപ്പൊ നിന്റെ കാര്യം നീ നോക്കാന്നുള്ളതല്ലേ? മോനെ, നീ ഇങ്ങനെയാണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിലേ അത് അച്ഛൻ അമ്മേന്റെ കടമയാണ്. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ എന്നെ നിങ്ങൾ എങ്ങനെ കോളേജിലേക്ക് വിട്ടത്? എന്റെ ഫ്രണ്ട്സ് എങ്ങനെ വന്നതെന്നറിയോ? ബൈക്കിലും കാറിലൊക്കെ. ഞാനിങ്ങനെ പോയത് 5-6 കിലോമീറ്റർ നടന്ന് ബസ്സിന് പോയിട്ട് തിരിച്ചു വരണം പാതിരാത്രി. മര്യാദ ഒരു വീട് പോലും ഉണ്ടാക്കിയിട്ടില്ല. എന്നിട്ട് പഠിപ്പിച്ചതിന്റെ കണക്കും പറഞ്ഞു വന്നിരിക്കുന്നു ഇപ്പൊ. മോനെ, നിന്നെ ഇപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ. നിന്റെ അച്ഛൻ പറയായിരുന്നു നീ കിട്ടുന്ന പൈസ മുഴുവൻ ചക്കര പറ്റി കൊടുക്കണ്ട, നമ്മൾക്ക് വേണ്ടി എന്തെങ്കിലും വെക്കുന്നു. ഞാനത് കേട്ടില്ല. എന്റെ മോൻ പഠിച്ച് വലിയ ജോലിയായ നമ്മളെ രക്ഷപ്പെടുന്നത് പറ്റും. നീ ഇങ്ങനെയാണ് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അനുഭവിച്ചാണല്ലോ വരുന്നത്. കുറെ ആണല്ലോ ഇവരെ കണ്ടിട്ട്. ഇങ്ങോട്ടാണോ? മോളെ, കുഞ്ഞുറങ്ങായിരിക്കും അല്ലേ? ആ, കുഞ്ഞുറങ്ങ ചേച്ചി. അല്ല, ഇതെന്താണ് ഈ വഴിക്ക്? കുറെ ആയല്ലോ കണ്ടിട്ട്. വീട് പണിയൊക്കെ എവിടം വരെയായി? വീട് പണിയൊന്നും തുടങ്ങിയിട്ടില്ല മോളെ, അത് അങ്ങനെ തന്നെ കിടക്കുന്നു. പിന്നെ ഞാനിവിടെ വന്ന് വേറൊരു കാര്യത്തിനാ. അന്നിവിടെ ഞാൻ പണിക്കൊരാളെ കൊണ്ട വിട്ടില്ലേ, അവരിപ്പോ ഇവിടെ ഉണ്ടോ പണിക്ക്? ആ, അവരിവിടെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അയ്യോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്തു പറ്റി ചേച്ചി? മോളെ, ഞാനിനി പണിക്ക് വരാന്ന് പറഞ്ഞിട്ട് ചോദിക്കാൻ വന്നതാ. ഞാനിപ്പോ ശാന്തേച്ചിന്റെ വീട്ടിൽ പോയി അവിടെ ആളെ എടുത്തിരിക്കുന്നു. അതിൽ ഗീതേച്ചിന്റെ വീട്, ഞാൻ ആദ്യം പോയി ഇവിടെയൊക്കെ ഇപ്പൊ ഒരാളെ വെച്ചിരിക്കുന്നു. മോളിന്റെ അടുത്ത് ഉണ്ടല്ലോ ഇപ്പൊ ആള്. ഞാനിപ്പോ എന്താ ചെയ്യാ? ഇപ്പൊ വേറെ എവിടെയും ഒരു പണി കിട്ടാൻ വഴിയില്ല ഇപ്പൊ എനിക്ക്. ചേച്ചിക്ക് അതിന് ഇവിടെ പണിയെടുക്കേണ്ട ആവശ്യം എന്താ? മോന് നല്ലൊരു ജോലിയല്ലേ കിട്ടിയത്, നല്ല ശമ്പളം ഇല്ലേ? ഇത്രയും കാലം വീട് പണിയൊക്കെ എടുത്ത് കുറെ കാലം നടന്നതല്ലേ. ഇനിയെങ്കിലും കുറച്ചുകൂടി സമാധാനത്തോടെ ഇരിക്കാൻ നോക്ക്. അല്ലാണ്ട് പിന്നെയും പണിക്ക് വരാൻ നിൽക്കുക. വലിയ ജോലിയൊക്കെ കിട്ടി കല്യാണമൊക്കെ കഴിഞ്ഞപ്പോ അവര് സിറ്റിയിലേക്ക് താമസം മാറ്റി. എന്നാ പിന്നെ ഏട്ടനും ചേച്ചി എന്തിനാ ഇവിടെ നിൽക്കുന്നത്? നിങ്ങൾക്ക് മോന്റെ ഒപ്പം സിറ്റി ചെന്ന് നിന്നൂടെ? അതല്ലേ നല്ലത്. ഇവിടുത്തെ വീട് ഞാൻ കണ്ടല്ല, ആകെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയല്ലേ. ഈ മഴക്കാലത്ത് നിങ്ങൾ അവിടെ നിൽക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പൊ അച്ഛനും അമ്മനെയൊക്കെ അവന്റെ ആൾക്കാരുടെ മുൻപിൽ കാണിക്കാൻ നാണക്കെടാന്നാ പറയുന്നത്. അപ്പൊ അവൻ തന്നെ പറഞ്ഞ് പണിക്ക് പോയിക്കോളെ. ഞങ്ങളെ ഒന്ന് വിളിക്കലോ സംസാരിക്കലോ ഒന്നുമില്ല. ഒന്ന് കാണാൻ വന്നിട്ട് തന്നെ മാസങ്ങളായി. നമ്മുടെ മക്കളെയൊക്കെ വളർത്തി വലുതാക്കി അവർക്കൊരു ജോലിയൊക്കെ കിട്ടുമ്പോ നമുക്ക് ഒരുപാട് പ്രതീക്ഷയായിരിക്കും. ഇനിയുള്ള കാലം നമ്മളെ അവര് നോക്കുന്നുള്ളത്. ആ പ്രതീക്ഷയും കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഓരോ അച്ഛനമ്മമാർക്കും എന്ത് ഗതിയായിരിക്കും. വഹിക്കുന്നവരെ പണിയെടുക്കാം മോളെ. വയ്യാത്ത കാലം ദൈവം എന്തെങ്കിലും ഒരു വഴി കാണും. എന്നാലും മക്കളുടെ മുൻപിൽ കൈനീട്ടാൻ ഇടവരുത്തരുത്. എന്താ ഇവിടെ ജോലിക്ക് ആളുണ്ടല്ലോ അല്ലേ മോളെ? ഞാൻ അവിടെ നിന്ന് ചോദിച്ചിട്ട് വരട്ടെ. ചേച്ചി ഇത്രയും കാലം ഇവിടെ പണിയെടുത്തതല്ലേ. ഇങ്ങനെ ഒരു ആവശ്യത്തിന് എന്നെ മൂലം ചോദിക്കുമ്പോ ഞാൻ എങ്ങനെ ഇവിടെ ജോലിയില്ല എന്ന് പറയാം? ചേച്ചി ഇവിടെ ചെയ്തു, അവളും ചെയ്തോട്ടെ, ഒരു കുഴപ്പമില്ല. ചേച്ചി ഇവിടെ എന്റെ വീട്ടിൽ പണിയെടുക്കുമ്പോ എനിക്ക് എന്തൊരു ആശ്വാസമായിരുന്നു അറിയോ? എന്തൊക്കെ കാര്യങ്ങൾ ചേച്ചി എനിക്ക് വേണ്ടി ചെയ്തു തന്നിരിക്കുന്നത്. അങ്ങനെ ഒരാളെ ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഞാൻ സഹായിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാ ചേച്ചി? ചേച്ചി ഒന്നും വിഷമിക്കണ്ട, കയറാൻ നോക്ക്.